എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് എത്തി നോക്കാം. നാം TV തുറന്നാലും മൊബൈൽ തുറന്നാലും നമുക്കതിൽ കാര്യമായതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. കാരണം വർഷത്തിലാകെ കിട്ടുന്ന കുറച്ച് ദിവസങ്ങളാണ് ഈ അതായത് ഈ ചാനലുകാർക്കും പത്രക്കാർക്കുമൊക്കെ അവർക്കാകെ കിട്ടുന്ന ഒരു ചാകരയാണ്. അത് അവർക്ക് മൊത്തം ഉണ്ടാകുന്ന ഒരു വരുമാനത്തിൻ്റെ സിംഹഭാഗവും കിട്ടുന്നത് ഈ ഒരു സമയങ്ങളിലാണ്. അതുകൊണ്ട് അവർക്ക് കാര്യമായ വാർത്തകളിലേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല. പലതും അവർ മറക്കുന്നു. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആരെക്കുറിച്ചാണോ അപവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ വാർത്തകൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ്. ഒരു കണക്കിന് അവർക്കൊരു സഹായം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഓണ ആഘോഷങ്ങൾ. അതായത് നമുക്കറിയാം, വളരെ കോളിളക്കം സൃഷ്ടിച്ച പല കാര്യങ്ങളും ഇപ്പോൾ വലുതായിട്ട് കേൾക്കുന്നില്ല. അതായത് ഈ കമ്പത്തിന് തിരി കൊടുക്കുമ്പോൾ ഈ കമ്പത്തിനിടയ്ക്ക് ഒരു അമിട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വലിയ ഉച്ചത്തിൽ അത് ഉച്ച ഉണ്ടാകും. ഒരു 2-3 നിമിഷത്തിൽ അതങ്ങ് തീരുകയും ചെയ്യും. ഭയങ്കര ഒരു വല്ലാത്ത സൗണ്ടാണ്. ഭയപ്പാടാണ്. അത് ഈ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നൊരു അമിട്ടാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ED ഡിപ്പാർട്ട്മെൻറ്റ് ഓരോരോ അമിട്ട് പൊട്ടിക്കും. മുൻപ് നമുക്കറിയാം, ഒരു അമിട്ട് ആദ്യം പൊട്ടിച്ചു തുടങ്ങിയതൊരു വീണ തൈക്കണ്ടി, വലിയൊരു അമിട്ടായിരുന്നു. വീണ, പിന്നെ കരിമണൽ കറുത്ത, അവർ പരസ്പരമുള്ള ഒരു ഡീലിങ്ങിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ, സീരിയസ് ആയ രീതിയിലൊക്കെ ആകാംക്ഷയുള്ള രീതിയിൽ വാർത്തകൾ വന്നു. ED അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടു. കാരണം EDയുടെ ഈ വരവും അവരുടെ പോക്ക് ഇത് കണ്ടാൽ അതിലെ പ്രതികൾ അകത്താകേണ്ട സമയം കഴിഞ്ഞു. അതില്ല, അതിങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു അമിട്ട് വന്നത്. അപ്പോഴത്തേക്കും പഴയ ക്യാപ്റ്റനോട് ചോദിച്ചു, എന്താണ് ഇതിനെപ്പറ്റി, മോളുടെ ഇതിനെപ്പറ്റി എനക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിച്ചില്ല. അപ്പോൾ ക്യാപ്റ്റൻ അങ്ങനെ മറുപടി ആയിട്ട് കഴിഞ്ഞു. ഇപ്പോഴേ മരുമകൻ മന്ത്രി റിയാസിനെയും സുഹൃത്തുക്കളെയും ED വീണ്ടും വളഞ്ഞിരിക്കുകയാണ് വേറൊരു പുതിയ അമിട്ടുമായി. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വരെ ഇടയ്ക്ക് വരും, ഒരു അമിട്ട് പൊട്ടിങ്ങി അടുത്ത ഫ്ലൈറ്റ് കയറി വീണ്ടും ഡൽഹി. ഇവർക്ക് ഇതാണ് ഇപ്പോൾ EDയുടെ ജോലി. ഇതാണ്, അതായത് മനുഷ്യരെ വിഡ്ഢികളാക്കുക. ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നു, ഇതെന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലം കണ്ട ഇവിടെ എന്തോ ഇപ്പോൾ തകർത്ത് കളയും. ഒന്നുമില്ല. ഇതെല്ലാം ഈ പണ്ടത്തെ ലാവ്ലിൻ കേസ് പോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ കേസും നടക്കുന്നത്. എന്തായി, നമ്മുടെ ദ്വാരപാലകന്മാരുടെ സ്വർണം മോഷണവും ആ ശില്പങ്ങളുണ്ടായ കള്ളക്കളി എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. അതും എവിടേക്ക് എത്തിയെന്നറിയില്ല. അതും ഏതാണ്ട് ഒരു അഴിഞ്ഞവരുടെ, അതായത് ശരിക്കും ഭരണപക്ഷം തന്നെ അതിലോട്ടൊക്കെ എത്ര കണ്ട് സീരിയസ് എടുക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഭരണപക്ഷത്തിന് ഇപ്പിടിപ്പൊരു പണിയുണ്ട്. 2-3 മാസം കൊണ്ട് അവർക്ക് പറഞ്ഞ വാക്കുകൾ പലതും നിർവഹിക്കാനുണ്ട്. ആ നെട്ടോട്ടത്തിലാകുമ്പോൾ ഇങ്ങനെയുള്ള ഈ കേസ് കെട്ടിൻ്റെ പിന്നാലെ പോയാൽ ഭരണം സ്തംഭിക്കും. അതുകൊണ്ടായിരിക്കാം അവർ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തത്. ആയിക്കോട്ടെ. അതായത് ചെമ്പ് ബിരിയാണി, കരിമണൽ, അയ്യപ്പൻ കൊള്ള, ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ ഒരു സീരിയലായിട്ട് പോകുമ്പോൾ ഇത് ഓരോന്നും നടക്കുമ്പോഴും അതിനുശേഷം അതിനിടയ്ക്കാണ് മറ്റൊന്ന് വന്ന് ഒരു മെസ്സി വിവാദം. അത് വേറെ തമാശ. കോടികളുടെ വെട്ടിപ്പും നടത്തി ഒരു പഴയ സ്പോർട്സ് മന്ത്രി ഇപ്പോൾ ആൾ വന്നിറങ്ങി, ഇപ്പോൾ മെസ്സി ഇവിടെ എത്തുമെന്നുള്ള ഒരു ബഹളവും ഒച്ചപ്പാടും. അത് ഒരു അകസ്മാരം ആ കൂട്ടരുടെ ഒരു ചാനലുമായി ചേർന്നുള്ള ഒരു ഉടാപ്പ് പരിപാടി. അതിപ്പോൾ ഏത് വരും, അതും അന്വേഷണമാണെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഇവർ എടുക്കുന്ന ഓരോ കോപ്രായങ്ങളാണ്. ശരിക്കും സത്യസന്ധമായ ഇതിൻ്റെ അന്വേഷണം നടന്ന് ഇവരെ ശിക്ഷിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിലാരാണ് തെറ്റ്, ആരാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത്? എന്തായാലും ഇതിൽ ഏറ്റവും വലിയ തമാശ EDയാണ്. ഇതിൽ ഏറ്റവും വലിയ ഈ കോമഡി കാണിക്കുന്നത്. ഇവർ വരും,
അവർ പോകും, ഇവർ വരും അവർ പോകും. ഇനി അടുത്ത് ആരെ പിടിക്കാൻ പോകണമെന്നറിയില്ല. ഇപ്പോൾ ക്യാപ്റ്റൻ്റെ മകളെ പിടിച്ചു, ചോദ്യം ചെയ്തു, കരിമണൽ കടത്തായി വിളിച്ചു, ചോദ്യം ചെയ്തു. ഇപ്പോൾ മരുമകൻ മന്ത്രി, പഴയ മന്ത്രി റിയാസ് അഹമ്മദിനെ വിളിച്ചു, ചോദ്യം ചെയ്തു, സുഹൃത്തുക്കളെ വിളിച്ചു, ചോദ്യം ചെയ്തു. ഇതിൻ്റെയൊക്കെ എന്താണ് ഈ നാടകങ്ങളൊക്കെ കാണിക്കണം? അവർക്ക് ED സംബന്ധിച്ച് കഴിവുള്ളവരൊക്കെയാണ്. അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ ഇതിനു മുമ്പ് തീർക്കുമായിരുന്നു. അപ്പോൾ എന്താ അവരും ആരുടെയൊക്കെയോ ആജ്ഞകളിൽ കൂടിയാണ് ഇതൊക്കെ നടത്തുന്നത്. എല്ലാം പണ്ട് ഇവിടെ ഈ കോൺഗ്രസ് മുക്ത കേരളമാക്കാനുള്ളൊരു പരിപാടി നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷായും മോദിജിയൊക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിവിടെ നടന്നില്ല. അതിലിപ്പോൾ ഇത്തിരി പറ്റിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് അറിയില്ല, സംതിങ്. ഇനി അതിൻ്റെ റിസൾട്ട് എവിടേക്ക് എത്തും ഒന്നും അറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് വാർത്തകളൊന്നും വലുതായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം. ഒരുപാട് വാർത്തകളുണ്ട്. ഇതേണ്ട 13 വയസ്സായ ഒരു പെങ്കൊച്ച് കൊലക്കുറ്റത്തിന് അർഹതയായി, കൊലക്കുറ്റം ചെയ്തു. അത് 2 ദിവസം വന്നു, പിന്നെ എന്തായെന്ന് അറിയില്ല. ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പബ്ലിക്കിന് അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തകളിൽ മുങ്ങി ഇപ്പോൾ ചാനൽ TV തുറന്നാൽ അതിലെല്ലാം അതിൽ കൂടി തന്നെയാണ് ഈ സദ്യയൊക്കെ അതിൽ തന്നെ അങ്ങോട്ട് നടത്തിയാണ്. അവർ പരസ്യത്തിൽ കൂടി സദ്യ നടത്തുന്നു. അവർക്ക് പാചകം ചെയ്യേണ്ട എല്ലാം റെഡിമെയ്ഡായിട്ട് വരും. ആകെ ജഗബൊക പരസ്യങ്ങളുടെ സമയമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പരസ്യങ്ങൾ കണ്ടാൽ ഈ കുഞ്ഞുങ്ങൾ ഒരു 16-18 വയസ്സുള്ള പിള്ളേർ കണ്ട അപ്പം പറയാം, അച്ഛനും അമ്മയോടും പറയാം എനിക്കിപ്പോൾ ബൈക്ക് വേണം. കാരണം ആ രീതിയിലുള്ള പരസ്യങ്ങളാണ് പടച്ചുവിടുന്നത് TV-കളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ. ആ വണ്ടി ഓടിച്ച് കാണിക്കുന്നു, എന്തൊക്കെയാണ് കോലാഹലങ്ങൾ. അപ്പോൾ ഇതിൽ മാതാപിതാക്കൾ പാവം എത്ര കഷ്ടപ്പെടുകയെന്നറിയില്ല. ചില കുട്ടികൾ ബൈക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും എന്നിവരെ ഭീഷണി മുഴക്കുന്നു. നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പേരൻസ് സമാധാനമായി മക്കളോടൊന്ന് വിളിച്ച് പറയണം, മക്കളെ ഈ പരസ്യത്തിൻ്റെ പിന്നാലെ പോകരുത്, സാമ്പത്തിക സ്രോതസ്സ് നോക്കുക. അതുമല്ല പ്രായമായത് ലൈസൻസ് ഇല്ലാതെ അവർക്ക് ബൈക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓണക്കാലത്തിന് കുറേ മൃതദേഹങ്ങൾ ആംബുലൻസിൽ ഈ ശവശരീരമായിട്ടൊക്കെ അവിടെ എത്തും തീർച്ചയായിട്ടും. കാരണം ഈ പിള്ളേർക്കെന്ന് വെച്ചാൽ ഒരു വെളിവില്ലാതെ ആയിരിക്കും വണ്ടി ഓടി എടുത്ത് അങ്ങോട്ട് റേസ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് അവർക്ക് തല തല്ലി ചത്തില്ലെങ്കിൽ അവർക്ക് ട്രെൻഡ് വരില്ല. നഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ പിള്ളേരെ ബോധവൽക്കരിക്കുക, പരസ്യത്തിൻ്റെ പിന്നാലെ പോകരുത്. അതുപോലെ തന്നെ കാറും ഒക്കെ ഈ പരസ്യങ്ങൾ വളരെ ദൂഷ്യം ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ആ കാട്ടിക്കൂട്ടുന്ന അവരുടെയൊക്കെ ആ പ്രസൻറ്റേഷൻ ഭയങ്കര ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഇനി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ ഈ ഗൾഫിലുള്ള മലയാളീസാണ്. കഷ്ടമായി പോകണം. അവരെപ്പോഴും നോക്കിയാലും ഡ്രോൺ ആക്രമണത്തിന് അതിൽ ഭീതിയിലാണ്. അതുകൊണ്ട് സാധിച്ചാൽ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഈ ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും യുക്രൈനും റഷ്യയ്ക്കും ഈ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഇവർക്കൊക്കെ ഈ ഹമാസിന് ഇവർക്കൊക്കെ ഒരു 10 ദിവസത്തേക്കുള്ളൊരു സമാധാനത്തിനുള്ളൊരു ബുദ്ധി കൊടുക്കണേ. എല്ലാം തീർത്തേക്കും. നമ്മളൊരു 10 ദിവസം കൊണ്ട് പാവം ഈ ഗൾഫിലുള്ള മലയാളീസ് സമാധാനമായി ഒന്ന് അവർ ഓണം ആഘോഷിക്കട്ടെ. ഇറാനോടൊന്ന് പറയണം തൽക്കാലം. അത് നമുക്ക് ഈശ്വരനോട് പറയാനേ പറ്റൂ. ഇവരോട് പറയാൻ പറ്റില്ല, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവർക്കിതൊരു ഹോബിയാണ്. ഈ അങ്ങോട്ടടിക്കുക ഇങ്ങോട്ടടിക്കുക. ഈ ട്രംപായിരുന്നാലും ശരി, ഈ മറ്റേ കമേനിയുടെ മാന ഒക്കെ കണക്ക് എല്ലാം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇത് മോശം സാഹചര്യമാണ്. ഈ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്കുന്ന എന്തൊക്കെയോ തുർക്കിയിൽ നിന്ന് കുറേ പട്ടാളക്കാരൊക്കെ അവിടെ നിന്ന് ഇറക്കുന്നു, എയർപോർട്ടിൽ ഇറക്കുന്നു. ഡ്രോണും ആയുധങ്ങളൊക്കെ അവിടെ കൊണ്ട് ശേഖരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. നമ്മൾ അലേർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും തന്നെ അന്ന് സൂക്ഷിക്കേണ്ടിരിക്കണം. നമുക്ക് ഒരിക്കലും ഓണക്കാലത്ത് ക്രിസ്മസ് കാലത്താണ് പാകിസ്ഥാൻ നമുക്കിട്ട് പണി തന്നത്. അതുകൊണ്ട് ഇപ്പോൾ സൈന്യം ശ്രദ്ധയോട് തന്നെയാണ് അതിർത്തികളിൽ മറ്റെല്ലാ ഭാഗത്തും കിടന്ന് അതിന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല. സോ നമ്മുടെ കേരളക്കാരോടൊന്ന് പറയാണ്, ദയവ് ചെയ്ത് ഈ ആവശ്യമില്ലാതെ കടങ്ങളൊക്കെ വാങ്ങി ഒരുപാട് ആർഭാടമായ ഓണാഘോഷത്തിന് പോകാതിരിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. 2 3 ഈ ആവാസത്തിന് വേണ്ടി ഈ ക്രെഡിറ്റ് കാർഡും അതെല്ലാം വെച്ച് ലോൺ എടുത്ത് ഈ കൂടുതൽ ആഡംബരം കാണിക്കരുത്. നിങ്ങൾ തന്നെയാണ് അതിൽ ബുദ്ധിമുട്ടാണ്
ബുദ്ധിമുട്ടുന്നത്. നിങ്ങൾ കാണിക്കുന്ന ആഡംബരം അതിൻ്റെ ചൂട് പിടിച്ച് തന്നെ ആയിരിക്കും നിങ്ങളുടെ മക്കളും കാണിക്കുന്നത്. അതുകൊണ്ട് കഴിവതും സമാധാനമായി നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക. കഴിവതും യാത്രകൾ ഒഴിവാക്കുക. അങ്ങനെ പോകണമെങ്കിൽ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ഓണമായിരിക്കണം. അത്യാഹിതങ്ങളും അപകടങ്ങളും കൂടുതൽ ഉണ്ടാകാതിരിക്കട്ടെ. അതിന് നാം തന്നെയാണ് ശ്രമിക്കേണ്ടത്, മറ്റാരുമല്ല. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എല്ലാം നല്ലതായി ഭവിക്കട്ടെ. എല്ലായിടത്തും സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.